ഭാവഗായകൻ പി ജയചന്ദ്രന് സംഗീത ലോകത്തിന്റെ അന്ത്യാഞ്ജലി. 5 പതിറ്റാണ്ടിലധികം മലയാളിയെ സംഗീത ലോകത്ത് ചേർത്ത് നിർത്തിയ പ്രിയ ഗായകനാണ് വിടവാങ്ങിയത്. അർബുദബാധയെ തുടർന്ന് 80-ാം വയസ്സിലായിരുന്നു പി ജയചന്ദ്രന്റെ അന്ത്യം. തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം രാവിലെ 8 മണിക്ക് പൂങ്കുന്നത്ത് വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. 10 മണിയോടെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലത്താണ് സംസ്കാരം. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, ഇന്നലെയാണ് ഈ സങ്കട വാർത്ത നമ്മെ തേടി എത്തിയത്. ഇന്നിപ്പോൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് മുൻപുള്ള പൊതുദർശനവും മറ്റു പരിപാടികളും? ഒപ്പം തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആരൊക്കെ എത്തിയിട്ടുണ്ട്? നിലവിൽ എന്താണ് വിവരങ്ങൾ? പ്രവിത, സ്മിത, ഏറെ ദുഃഖത്തോടു കൂടിയാണ് മലയാളക്കരയാകെ പി ജയചന്ദ്രന്റെ വിയോഗത്തെ നോക്കിക്കാണുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശന ചടങ്ങുകളടക്കം ആരംഭിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന അമല ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഈ മൃതദേഹം നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം 8 മണി മുതൽ 10 മണി വരെ ഈ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. 10 മണിക്ക് ശേഷം സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലാണ് ഈ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 10 മണി മുതൽ 12 മണി വരെ എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരാധകർ ഉൾപ്പെടെ നിരവധി പേർ ഈ റീജിയണൽ തിയേറ്ററിലെ പൊതുദർശനത്തിൽ പങ്കെടുത്തേക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കുടുംബാംഗങ്ങളടക്കമുള്ളവർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 2 മണി വരെയൊക്കെ പൊതുദർശനം നീണ്ടുപോയേക്കാം എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അത്രമാത്രം ആളുകൾ സ്വാഭാവികമായും പി ജയചന്ദ്രനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുക ഈ റീജിയണൽ തിയേറ്ററിലേക്ക് തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12 മണിക്ക് നിശ്ചയിച്ചിട്ടുള്ള പൊതുദർശനം ഒരു 2 മണി വരെയൊക്കെ നീണ്ടുപോയേക്കാം എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും ഈ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇന്ന് അവിടെയായിരിക്കും മൃതദേഹം ഉണ്ടാകുക. അവിടെ പൊതുദർശനം തുടരും. അതിനുശേഷം നാളെ രാവിലെ 8:30 പറവൂർ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. അദ്ദേഹം നേരത്തെ തന്നെ ഈ പാലിയത്ത് തറവാട്ടിലായിരിക്കണം, ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലായിരിക്കണം തൻ്റെ ശവസംസ്കാരം ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ കുടുംബാംഗങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ ഈ ചേന്നമംഗലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ നാളെ ഉച്ചയ്ക്ക് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് ഈ സംസ്കാരം നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നത്. പക്ഷേ ഈ കുടുംബക്ഷേത്രത്തോട് കുടുംബ വീടിനോട് ചേർന്ന് തന്നെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ഈ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് സംസ്കാര ചടങ്ങുകൾ നടത്താനാകില്ല എന്നതുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് നടത്താനായി നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുക. ഇന്നലെ വൈകുന്നേരമാണ് പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലച്ചിരിക്കാത്ത സമയത്തെത്തിയ ദുരന്തം അദ്ദേഹത്തെ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30 വരെ അദ്ദേഹം ഈ കുടുംബാംഗങ്ങളുമായി എല്ലാം സംസാരിച്ചിരുന്നതാണ്. ഈ തൊണ്ട വല്ലാതെ വരളുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് തൊണ്ട വരളുന്ന സമയത്ത് ഒരു നാരങ്ങ മിഠായി ഒക്കെ വായിലിടുന്നതായിരുന്നു പതിവ്. അങ്ങനെ 5:30 അങ്ങനെ തൊണ്ട വരളുന്നു എന്ന് പറഞ്ഞ് ഈ നാരങ്ങ മിഠായി വായിലിടുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇവരുമായി കുടുംബാംഗങ്ങളുമൊക്കെയായി സംസാരിച്ചതാണ്. പക്ഷേ 6 മണിക്ക് ശേഷം അദ്ദേഹത്തിന് വല്ലാതെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. 6:30 ശ്വാസതടസ്സം ഈ കലശലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുടുംബത്തിന്റെ കരച്ചിൽ കേട്ട് അയൽവാസികളടക്കം അങ്ങോട്ട് കൂടിയെത്തുന്നു. കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന ഈ CPR ഒക്കെ ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ട് ഈ ശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമം നടത്തി. 7 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അമല ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി എത്തിക്കുന്നത്. 7:30 ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ അധികം മോശമായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പിന്നീട് കൃത്രിമ ശ്വാസം അടക്കം നൽകിക്കൊണ്ട് ഈ ജീവൻ നിലനിർത്താനുള്ള അവസാനവട്ട ശ്രമം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ആ ശ്രമം ഒന്നും ഫലം കണ്ടില്ല. അതെല്ലാം വിഫലമാകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇത് വളരെ പെട്ടെന്നായി പോയി ഈ വിയോഗം. സുഖത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ഒക്കെ നമ്മൾ മലയാളികൾ, സാധാരണക്കാരെല്ലാവരും തന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എത്രയോ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. മലയാളി ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ പാട്ടുകൾ കേൾക്കാതെയോ മൂളാതെയോ ഇരിക്കാറില്ല. അപ്പോൾ ആ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ, പ്രശസ്തർ ഉൾപ്പെടെ ഒരുപാട് പേർ, സാധാരണക്കാരായ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ മൃതശരീരം, ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതു രീതിയിലാണ് ആ ഒരു തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളുള്ളത്? പൊതുദർശന ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലത്താണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക.
സൂരജ്, ഇന്നിപ്പോൾ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്താനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പ്രശസ്തരുൾപ്പെടെ സാധാരണക്കാരായ നിരവധി പേർ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ, പൊതുദർശനത്തിനുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാകും ഉണ്ടാവുക? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ, അത് സാധാരണക്കാർ മുതൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ വരെ സ്വാഭാവികമായും സംസ്കാര ചടങ്ങിന് എത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തും. ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞതു മുതൽ തന്നെ ഈ അമല ആശുപത്രിക്ക് മുന്നിലൊക്കെ ഇന്നലെ രാത്രി വൈകിയും നിരവധി പേർ, അത് പ്രമുഖരെന്ന് മാത്രമല്ല സാധാരണക്കാരായ ആളുകളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. പലർക്കും ഈ ദുഃഖം, അതായത് പെട്ടെന്നുണ്ടായ ഒരു വിടവാങ്ങലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരുപോലെ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ എത്തുന്ന ആളുകളുടെ മുഖത്തെല്ലാം തന്നെ നമുക്ക് പ്രകടമാകുന്നത് ആ ഞെട്ടൽ തന്നെയായിരുന്നു. അത് ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അവരെല്ലാവരും തന്നെ അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ പൊതുദർശന ചടങ്ങുകളടക്കം നടക്കുന്ന സമയത്ത് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ റീജിയണൽ തിയേറ്ററിലെ പൊതുദർശനം അത് ഏറെ നേരം നീട്ടുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് രാവിലെ 8 മണിക്ക് ഈ പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ച 10 മണിയോടുകൂടി തന്നെ ആ മൃതദേഹം പിന്നീട് റീജിയണൽ തിയേറ്ററിൽ എത്തിക്കുന്നു. ഈ വീട്ടിലേക്ക് സ്വാഭാവികമായും ഇത്രയും അധികം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ ഇത്രയും ആളുകൾ ഉൾക്കൊള്ളുന്നതിനൊരു പരിമിതിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കഴിവതും ഇദ്ദേഹത്തിൻ്റെ ആരാധകരടക്കമുള്ളവർക്ക് ഈ റീജിയണൽ തിയേറ്ററിലെത്തി സുഖമായി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അത് 10 മണി മുതൽ 12 മണി വരെ എന്നാണ് നിശ്ചയിച്ചതെങ്കിൽ പോലും അതൊരു 2 മണി വരെ നീട്ടും എന്നുള്ളതാണ് നമ്മളോട് തന്നെ ഈ കുടുംബാംഗങ്ങളടക്കം വിവരിച്ചിട്ടുള്ളത്. കാരണം അത്രമാത്രം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മൃതദേഹം ഈ അതിനുശേഷം പൂങ്കുന്നത്തെ വീട്ടിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. മറ്റന്നാൾ സംസ്കാരം എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതും ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ടിലാണ്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് എന്നും അവരുടെ ചുണ്ടിൽ അല്ലെങ്കിൽ അവരുടെ നാവിൽ ഒരു മൂളിപ്പാട്ടെങ്കിലുമായി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എപ്പോഴും എത്താറുണ്ട്. ഒരിക്കലും സംഗീതം പഠിച്ച ആളല്ല അദ്ദേഹം. ഈ സംഗീതം പഠിച്ച് പാടുന്ന ആളുകളെ പോലെ അല്ല അദ്ദേഹം. സംഗീതം പഠിക്കാതെ തന്നെ അതിലേറെ മികവോടുകൂടി, അതായത് ഈ ഔസേപ്പച്ചനുമൊക്കെ ഇന്നലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഔസേപ്പച്ചനൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ വരികൾ കൊടുക്കുന്ന സമയത്ത്, ഈ സംഗീതം പാട്ട് കൊടുക്കുന്ന സമയത്ത് ആ പാട്ട് അദ്ദേഹം കാണാതെ പഠിക്കും. കാണാതെ പഠിച്ചതിന് ശേഷം അദ്ദേഹം അത് പാടുകയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഭാവം ഉൾക്കൊണ്ട് പാടാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് മറ്റൊരു ഗായകനും കാണാത്ത ഒരു ഗുണമേന്മയാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഗായകനിലും കാണാത്ത കഴിവാണ് അദ്ദേഹത്തിനുള്ളതെന്നുള്ളതാണ് പറയുന്നത്. ഈ പാട്ട് കാണാതെ പഠിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഓരോ പാട്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോ വരിയുടെയും ഭാവം ഉൾക്കൊള്ളാൻ ജയചന്ദ്രന് കഴിയുന്നു. അത് തന്നെയാണ് മറ്റു ഗായകരിൽ നിന്ന് ജയചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ അദ്ദേഹത്തെ ഓർക്കാൻ നമുക്ക് ഓരോ ദിവസവും അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്ന പാട്ടുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ യാത്രകളിൽ അല്ലെങ്കിൽ നമ്മുടെ മുറികളിലൊക്കെ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാതെ ഒരു മലയാളിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഭാവഗായകൻ എന്നാണ്. അത് ആ വിളിയിൽ അത്രത്തോളം തന്നെ അർത്ഥമുണ്ട് എന്നുള്ളതാണ്. ഒരു വരിയാണ് അദ്ദേഹം പാടുന്നതെങ്കിലും ആ വരിയുടെ അർത്ഥം അത് ഏത് തരത്തിലാണോ, അത് എന്ത് ഭാവമാണോ വേണ്ടത്, അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ അദ്ദേഹത്തിന് പാടാൻ സാധിക്കുമായിരുന്നു. ആ ശബ്ദം വ്യത്യാസപ്പെടുത്തി അത് പാടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ മലയാളികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകനെയാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അദ്ദേഹത്തോളം അല്ലെങ്കിൽ KJ യേശുദാസിനോടൊപ്പമൊക്കെ എത്രത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മറ്റ് ഗായകരുണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണം പറഞ്ഞ ഗായകർ മാത്രമാണ്.